ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن شر حاسد إذا حسد يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫലഖ്. ചെറിയ ഒരു സൂറത്തായതുകൊണ്ടും ചെറിയ പ്രായം തൊട്ടേ നമ്മൾ മനഃപ്പാഠമാക്കിയതുകൊണ്ടും എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും ഒരു തവണയെങ്കിലും ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്തായതുകൊണ്ടുമൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ് സൂറത്തുൽ ഫലഖ്. ഈ സൂറത്തുൽ ഫലഖിൻ്റെ പോരിശകളും ശ്രേഷ്ഠതകളുമൊക്കെ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സൂറത്തിൻ്റെ തുടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയാൻ വേണ്ടി പറയാണ്, ഖുൽ നബിയെ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ചില പേരുകളും അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക, ആ പേരുകൾ വെച്ചുകൊണ്ട് രക്ഷ ചോദിക്കുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ എണ്ണിപ്പറയുന്ന ഒരു പ്രശ്നമുണ്ട്. എന്തിനാണ് രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകളിൽ അത് ചൊല്ലേണ്ടതെന്നും രാത്രി കിടക്കുന്ന സമയത്ത് ആ സൂറത്ത് 3 തവണ ചൊല്ലേണ്ടതെന്നും എല്ലാ നമസ്കാരത്തിൻ്റെ അവസാനത്തിന് ശേഷവും നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു തവണയെങ്കിലും ചൊല്ലണമെന്നൊക്കെ പഠിപ്പിക്കുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചില പ്രശ്നങ്ങൾ അതിൽ പറയുന്നുണ്ട് ഈ ഒരു സൂറത്തിൽ. അതിൻ്റെ അവസാനത്തെ ആയത്ത്, 5-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, വമിൻ ശർരി ഹാസിദിൻ
ഇദാ ഹസദ്. അസൂയാലു അസൂയപ്പെടുമ്പോൾ അതിൻ്റെ കെടുതിയിൽ നിന്നും ആ അസൂയക്കാരൻ്റെ ചിന്തകളിൽ നിന്നും അവൻ്റെ വാക്കുകളിൽ നിന്നും അവൻ്റെ നോട്ടങ്ങളിൽ നിന്നൊക്കെ അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. ഇത്ര ഗൗരവത്തിൽ ഈ ഒരു സൂറത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് നമ്മുടെ പല നമസ്കാരങ്ങളിലും ദിക്റുകളിലും ദുആകളിലുമൊക്കെ ഈ ഒരു സൂറത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞതിൻ്റെ കാരണം, പ്രിയപ്പെട്ടവരെ, ഹസദ് എന്ന് പറഞ്ഞാൽ, അസൂയ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഗൗരവമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. സത്യത്തിൽ എന്താണ് അസൂയ? ഹസദ് എന്ന് അറബി ഭാഷയിൽ പറയും. അതിനെ പണ്ഡിതന്മാർ ഒന്നുകൂടി വിശദീകരിച്ചു. ഹുവ തമന്നി സിവാലി നിഅമത്തില്ലാഹ് അനിൽ മഹ്സൂദ്. ഒരാൾക്ക് ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ മറ്റൊരാൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തിൻ്റെ പേരിൽ അതൊന്ന് നീങ്ങിക്കാണണം, അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ, അതൊന്ന് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്നൊരാൾ ആഗ്രഹിക്കലാണ് അസൂയ. മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ അത് അയാൾക്ക് കിട്ടേണ്ടതല്ല, അയാൾക്കത് കിട്ടാൻ പാടില്ലായിരുന്നു. എനിക്കത് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഓനക്കത് കിട്ടാതിരുന്നാൽ മതി. ഈ ഒരു ചിന്തയാണ് ശരിക്കും അസൂയ എന്നുള്ളത്. ഒരു നിസാരമായ വാക്കായി അവസാനിപ്പിക്കേണ്ട ഒന്നല്ലത്. മറ്റു പല തിന്മകളും ഒരു പക്ഷേ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് കുറ്റകരമാകുന്നതെങ്കിൽ അസൂയ പ്രവർത്തിക്കേണ്ട മനസ്സിലുണ്ടായാൽ തന്നെ കുറ്റകരമായി മാറും. ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ട്, അത് മനസ്സിലുണ്ട്, പക്ഷെ നമ്മളത് പ്രകടിപ്പിക്കാത്തിടത്തോളം കാലം നമുക്കതിന് കുറ്റമല്ല. നമ്മുടെ മനസ്സിൽ പല ചിന്തകളും കടന്നു വന്നിട്ടുണ്ട്, തെറ്റായ പല ചിന്തകളും വന്നു, അത് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ കുറ്റക്കാരല്ല. എന്നാൽ അസൂയ എന്നുള്ളത് മനസ്സിലുണ്ടായാൽ തന്നെ പ്രശ്നമാണ്. മനസ്സിലുണ്ടെങ്കിൽ തന്നെ പ്രശ്നമാണ്. ഒരു മനുഷ്യൻ്റെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന, ബന്ധങ്ങളും കൂട്ടുകെട്ടും ഇല്ലാതാക്കുന്ന, അവൻ എന്നെന്നും നീറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ശരിക്കും ഈ അസൂയ എന്നുള്ളത്. അത്രയും ഗൗരവത്തിൽ ഈ ഒരു വാചകത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ സമൂഹത്തിൽ, അല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ പ്രായം തൊട്ടേ ആ ഒരു അസൂയാലു വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു 2 വയസ്സുള്ള കുട്ടി, ആ കുട്ടി വേറെ ഒരു കുട്ടിൻ്റെ കയ്യിൽ ഒരു കളിപ്പാട്ടം കണ്ടാൽ ഉടനെ ഈ കുട്ടി കരയാൻ തുടങ്ങും. ഒന്നുകിൽ അതുപോലുള്ളത് എനിക്ക് കിട്ടണം, അപ്പോഴേ ആ കുട്ടിയുടെ കരച്ചിൽ നിൽക്കുള്ളൂ. അതല്ലെങ്കിലോ ആ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ കളിപ്പാട്ടം വാങ്ങി നമ്മൾ മാറ്റിവെച്ചാൽ ഇവൻ്റെ കരച്ചിൽ നിൽക്കും. അത് കേവലം ആ ഒരു പ്രായത്തിൽ തുടങ്ങുന്നത് മാത്രമല്ല, പിന്നെ അങ്ങോട്ട് ഓരോ നിമിഷങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്ക് തന്നേക്കാൾ 1 മാർക്ക് കൂടുതലാണെന്ന് തോന്നിയാൽ, അവൻ്റെ പേപ്പർ കിട്ടുമ്പോൾ തന്നേക്കാൾ 1 മാർക്കോ 2 മാർക്കോ കൂടുതലുണ്ടെന്ന് തോന്നിയാൽ പിന്നെ അങ്ങനെ നോക്കും അവൻ്റെ കുറക്കാൻ എന്താ ചെയ്യാൻ പറ്റുക. ഒരു പക്ഷേ നേരെ അധ്യാപകൻ്റെ അടുത്തേക്ക് പോകും, എനിക്കും അവനും ഒരേ മാർക്ക് തന്നെയാണ് കിട്ടേണ്ടത്, അവൻ അറിയാതെ 1 മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് ഒരു അനുഗ്രഹം കിട്ടും, എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴേക്ക് അതിൽ മനസ്സിൽ ഇങ്ങനെ ചൊറിച്ചിലുണ്ടാവുക. പഠനം കഴിഞ്ഞ് ജോലി കിട്ടുമ്പോൾ തൻ്റെ കൂടെ പഠിച്ച ഒരാൾ ഒരു പക്ഷേ തന്നേക്കാൾ മാർക്ക് കുറഞ്ഞ ഒരാളാണ്, പക്ഷെ അയാൾക്ക് തന്നേക്കാൾ നല്ല ഒരു ജോലി കിട്ടി. പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് നടക്കുക, എങ്ങനെയാണ് അവനത് കിട്ടിയത്? അങ്ങനെ അവന് കിട്ടാൻ സാധ്യതയില്ല, അതെങ്ങനെയും ഇല്ലാതാക്കണം. അത് ജോലിയുടെ വിഷയത്തിലും, വിവാഹത്തിൻ്റെ വിഷയത്തിലും, കുടുംബജീവിതത്തിലും, ഒരു വാഹനം വാങ്ങുന്ന വിഷയത്തിലും, വീടുണ്ടാക്കുന്ന വിഷയത്തിലും എന്ന് വേണ്ട എല്ലാ മേഖലകളിലും ഈ അസൂയ എങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ തിന്മകളുടെയും തുടക്കക്കാരൻ ആരാണോ അവൻ തന്നെയാണ് അസൂയയുടെയും തുടക്കക്കാരൻ. അസൂയ എന്നുള്ളത് കേവലം ഒരു വാക്കായി അവസാനിപ്പിക്കേണ്ടതല്ല. അതിൻ്റെ തുടക്കം നമ്മൾ പരിശോധിച്ചാൽ എല്ലാ തിന്മകളുടെയും തുടക്കക്കാരൻ ഇബ്ലീസ് ആണെങ്കിൽ, ആ ഇബ്ലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഈ അസൂയയുടെ തുടക്കം നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച് പിന്നെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ എല്ലാവരോടും സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയം ഇബ്ലീസ് അതിന് വിസമ്മതം കാണിച്ചു. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ.
അവൻ വിസമ്മതം കാണിച്ചു, കിബിറ് കാണിച്ചു, അവൻ കാഫിറുകളിൽപ്പെട്ട ആളാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് ചോദിക്കുന്നത് ഖുർആനിൽ കാണാൻ പറ്റും. അല്ലാഹു ചോദിക്കാണ്, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക. ഇബ്ലീസിനോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് കൽപ്പിച്ച സമയത്ത് ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്താണ് നിനക്കതിന് തടസ്സമായത്? ആ സമയത്ത് ഇബ്ലീസ് പറയുകയാണ്, അന ഖൈറും മിൻഹു, അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ. ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. റബ്ബേ, നീ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് തീ കൊണ്ടാണ്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട അവന് സുജൂദ് ചെയ്യുകയോ? അതൊരിക്കലുമില്ല, അതില്ല, അത് വേണ്ടാന്ന്. ഞാനാണ് ഉത്തമൻ എന്നുള്ളൊരു ചിന്ത, എനിക്കാണ് എല്ലാ നന്മകളും ഉണ്ടാവേണ്ടതെന്ന ചിന്ത വീണ്ടും നമുക്ക് ഖുർആനിൽ കാണുവാൻ സാധിക്കും. ഈ ഇബ്ലീസ് പറയുന്ന വാചകം പറയാണ്, അറഅയ്തക ഹാദല്ലദീ കറംത അലയ്യ. എന്നേക്കാൾ നീ ആദരിച്ചിട്ടുള്ള ഇവൻ ആരാണെന്ന് നീ എനിക്ക് പറഞ്ഞു തരൂ. എന്താ ഇവനുള്ള പ്രത്യേകത? ആദമിന് എന്താ എന്നേക്കാൾ എന്ത് പ്രത്യേകതയുണ്ട്? സത്യത്തിൽ ഈ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലുള്ള ഒട്ടുമിക്ക തിന്മകളുടെയും തുടക്കം വരുന്നത് ഈ അസൂയയിൽ നിന്നാണ്. ഈ ഭൂമിലോകത്തുണ്ടായ ഒന്നാമത്തെ തിന്മയത, ഭൂമിലോകത്തുള്ള ഒന്നാമത്തെ തിന്മ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ 2 മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാബീലും ഹാബീലും രണ്ടും ആദം നബിയുടെ മക്കളാണ്. പക്ഷേ ഒരാൾക്ക് മറ്റൊരാളോട് ചെറിയ വിരോധം. എന്തിൻ്റെ പേരില? രണ്ടുപേരും അള്ളാഹ്ക്ക് ബലിയർപ്പിച്ചു, അള്ളാഹ്ക്ക് ഖുർബാൻ നൽകി. അതിൽ ഒരാളുടേത് അള്ളാഹ് സ്വീകരിച്ചു, മറ്റേയാളുടേത് അള്ളാഹ് സ്വീകരിച്ചില്ല. സ്വീകരിക്കപ്പെട്ടവന്റെ വിഷയത്തിൽ അവൻ അള്ളാഹ്ക്ക് എന്തോ ഒരു പ്രാധാന്യമുണ്ട്, അങ്ങനെ വേണ്ട. സ്വീകരിക്കപ്പെടാത്ത കാബീല് സ്വീകരിക്കപ്പെട്ട ഹാബീലിനെ കൊലപ്പെടുത്തണം. കൊലപാതകം തുടങ്ങുന്നത്, വിമർശനങ്ങൾ തുടങ്ങുന്നത്, വിരോധങ്ങൾ തുടങ്ങുന്നത് എല്ലാം ഈ ഒരു അസൂയയിൽ നിന്നാണെന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവർ, ഈ ചരിത്രങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ചില കാരണങ്ങളുണ്ട്. അസൂയയുടെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടോളി. നമ്മൾ ആണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കാനുള്ളത് കൂടിയാണ്. ഒരാളുടെ ജീവിതത്തിൽ അസൂയ ഉണ്ടോ ഇല്ലയോ പരിശോധിക്കാം. അസൂയയുടെ കാരണങ്ങൾ പണ്ഡിതന്മാർ എണ്ണുകയാണ്. ഒന്നാമത്തെ കാര്യം, ഒരാൾക്ക് തോന്നാണ് ഞാൻ അവനേക്കാൾ ഉത്തമൻ, എല്ലാ ഖൈറും അതെനിക്ക് ആദ്യം വേണ്ടേ, എന്നേക്കാൾ ഉഷാറൊന്നുമല്ല ഓനുള്ളത്. ഈ ചിന്തയിൽ നിന്നാണ് പൊതുവെ എല്ലാ തെറ്റുകളും തുടങ്ങുന്നത്. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ സഹോദരങ്ങളെക്കാൾ സ്ഥാനമുള്ള ആളായിരുന്നു. പൊതുവെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വാപ്പയായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 12 മക്കളുണ്ട്. അതിൽ ചെറിയ 2 മക്കളാണ് ബിന്യാമീനും യൂസുഫും. ഈ 2 മക്കളോട് സ്വാഭാവികമായിട്ടും ഒരു വാപ്പയ്ക്ക് ചെറിയ മക്കളോട് ചില വാത്സല്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അത് മൂത്ത മക്കൾക്ക് ദേഷ്യമായി എന്ന് മാത്രമല്ല, അവർ തൻ്റെ സഹോദരൻ്റെ വിഷയത്തിൽ തീരുമാനിച്ചത് എന്താണെന്നറിയോ? തൻ്റെ സഹോദരനെ കൊല്ലണമെന്നുള്ള ചിന്ത. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാം, ഇദ് ഖാലൂ ലയൂസുഫ് വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ വനഹ്നു ഉസ്ബത്തുൻ ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ. ഒരാൾക്ക് അസൂയ കണ്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ്. സ്വന്തം വാപ്പാൻ്റെ വിഷയത്തിൽ പറയാണ്, വാപ്പയ്ക്കാകെ വഴികേടിലായിട്ടുണ്ട്, വാപ്പാൻ്റെ അന്തൊക്കെ പോയിട്ടുണ്ട്. കാരണം വാപ്പാക്ക് യൂസുഫിനും അവൻ്റെ സഹോദരനും മാത്രമേ ഇഷ്ടമുള്ളൂ. നമ്മൾ അതിനേക്കാൾ ശക്തന്മാരല്ലേ, അവരെക്കാൾ കൈക്കരുത്ത് നമുക്കില്ലേ, എന്നിട്ട് നമ്മുടെ കാര്യത്തിൽ വാപ്പാക്ക് ഒരു ബന്ധമില്ല. എന്നിട്ട് അവർ തീരുമാനിച്ചതെന്താ? യൂസുഫിനെ ഞങ്ങൾ കൊന്നോളി, ഒരു തമ്മിൽ അങ്ങോട്ട് കൊല്ലുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിടുക. എന്നാൽ എന്ത് ചെയ്യും? വാപ്പാൻ്റെ ശ്രദ്ധ നമ്മളിലേക്ക് വരും. ഇപ്പോൾ അവനുള്ളത് കൊണ്ടാണ് വാപ്പ നമ്മളെ പരിഗണിക്കാത്തത്. അവൻ പോയി കഴിഞ്ഞാൽ, അവനൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ അനുഗ്രഹങ്ങളൊക്കെ കിട്ടും. ഒരാൾക്ക് ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ ആ അനുഗ്രഹം നശിച്ചു കാണുക, അതാണ് അസൂയ. അവർക്കുണ്ടായത് അസൂയയാണ്. അത് കേവലം അവരിൽ മാത്രമല്ല,
നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന സമയത്ത് മക്കയിലുള്ള ആളുകൾക്കുണ്ടായ അസൂയ. അവരെന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശക്കാരനാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? നീ താൻ തോന്നിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ പറഞ്ഞേ? അല്ല മുഹമ്മദേ, അള്ളാഹ്ക്ക് നിന്നെ പറ്റിയത്. ഞങ്ങളിതാ നിന്നേക്കാൾ കരുത്തുള്ള ആളുകൾ, നിന്നേക്കാൾ തറവാടിത്തമുള്ള ആളുകൾ, നിന്നേക്കാൾ സമ്പന്നരായ ആളുകൾ, നിന്നേക്കാൾ എല്ലാം കൊണ്ടും ഉഷാറായ ആളുകൾ ഞങ്ങളെ കാണാതെ എങ്ങനെ പടച്ചോ നിന്നെ തെരഞ്ഞെടുക്കുക? അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കൂല. അതല്ലേ അബൂജഹൽ പറഞ്ഞ്? അതല്ലേ ഉത്തുബയുടെ വാദം? എന്തിനേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ തൻ്റെ ഉമ്മയുടെ കുടുംബക്കാരായ ത്വായിഫുകാരുടെ അടുത്തേക്ക് പോയി. ആ ത്വായിഫുകാരെന്താ പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫുകാരായ അവരെ പ്രധാനികളിൽ 4 ആളെ വിളിച്ചിരുത്തിന. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫ് പോയിട്ട് ഓരെ വിളിക്കണേ. 4 പേരെയും ഒരു റൂമിലേക്ക് ഒരു ഭാഗത്തേക്ക് വിളിച്ചു. എന്നിട്ട് ഇസ്ലാമിനെ അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. നിങ്ങളിത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു സ്വീകരിക്കണില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നിങ്ങൾ സ്വീകരിക്കണില്ലെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ പ്രബോധനം, എൻ്റെ ദഅവത്ത് ഞാൻ നടത്തട്ടെ. ഉടനെ അവരുടെ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അല്ല മുഹമ്മദേ, വേറെ ആരും പടച്ചോന് കിട്ടിയില്ല? നിന്നെ മാത്രമാണ് പടച്ചോനിക്ക് കിട്ടിയത്? ഞങ്ങളില്ലേ ഇവിടെ? നിന്നേക്കാൾ എന്തുകൊണ്ടും കരുത്തരായ ഞങ്ങളില്ലേ? ഞങ്ങളെയൊന്നും തെരഞ്ഞെടുക്കാതെ എന്തുകൊണ്ട് അള്ളാഹ് നിന്നെ തെരഞ്ഞെടുത്തു? അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കൂല. നിന്നെ ഒട്ട് ഇവിടെ പ്രബോധനം ചെയ്യാൻ അനുവദിക്കുകയില്ല. പിന്നീടാണ് തെണ്ടിപ്പിള്ളേരെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്ന് എറിഞ്ഞോടിക്കണത്. അവിടുന്ന് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് എങ്ങട്ടാ? മദീനത്തേക്ക്. അസൂയ ഒരു മനുഷ്യനെ എത്രത്തോളം തകർക്കുമെന്നതിൻ്റെ തെളിവ്, ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതിൻ്റെ തെളിവ്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഒരു പ്രവാചകൻ വരുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ അവർ പല യുദ്ധങ്ങളിലും ഏർപ്പെട്ട് ആ യുദ്ധങ്ങളിൽ അവർ പരാജയപ്പെട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവർ പറയാറുണ്ട്, ഞങ്ങളിലേക്കൊരു പ്രവാചകൻ വരും, ആ പ്രവാചകൻ വന്നാൽ ഇപ്പോൾ ഞങ്ങൾ തോറ്റതിനെല്ലാം ഞങ്ങൾ പ്രതികാരം ചെയ്യും, ഞങ്ങൾ തിരിച്ച് നിങ്ങളെ പരാജയപ്പെടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. ഒരു സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, മരണം വരെ വിരോധം മാത്രം എന്ന് അവർ പറഞ്ഞേ. നമ്മൾ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം ചെയ്തിട്ട് ആയിരക്കണക്കിന് ആളുകൾ മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രബോധനം ചെയ്തപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള അറബ് ഗോത്രങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ആ മദീനയിൽ ഉണ്ടായിരുന്ന ഗോത്രങ്ങൾ 3 പ്രധാനപ്പെട്ട ജൂത ഗോത്രങ്ങളായിരുന്നു: ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നദീർ. ഈ 3 ഗോത്രങ്ങളെ കൂടി നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കം, വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണെന്ന് അറിയാത്തത് കൊണ്ടല്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുള്ള ഒരേ ഒരു ജൂത കുടുംബത്തിൽപ്പെട്ട ആളാണ് മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹ. ആ സഫിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്ന സമയത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച്, അവരുടെ വീട്ടിലുണ്ടായ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അന്നവർ മുസ്ലിം ആയിട്ടില്ല. സഫിയ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ എൻ്റെ വാപ്പയായ ഹുയയ് ഇബ്നു അഖ്തബും സഹോദരനായ അബൂ യാസിറും കൂടി രാവിലെ പുറപ്പെട്ടു. ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്, എന്നാൽ നമുക്കൊന്ന് പോയി നോക്കുക. അങ്ങനെ നേരെ ചൊല്ലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളൊക്കെ മാറി നിന്ന് വീക്ഷിച്ചു. എന്നിട്ട് ഏകദേശം മഗ്രിബിനോടടുത്ത സമയം, സൂര്യാസ്തമയത്തിൻ്റെ സമയത്താണ് അവർ തിരിച്ചു വരുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവാചകനെ വീക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ 2 പേരും വീട്ടിലേക്ക് വന്നു. സഫിയ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ നോക്കുമ്പോൾ 2 പേരും തലയും താഴ്ത്തിയിരിക്കുന്നുണ്ട്. ആ സമയത്ത് തൻ്റെ പിതാവിൻ്റെ സഹോദരനായ അബൂ യാസിർ ചോദിക്കുന്നുണ്ട്, അഹുവ, അല്ല അയാൾ തന്നെയാണോ? അയാൾ നമ്മൾ ആരെയാണോ പ്രതീക്ഷിക്കുന്നത്, നമ്മളൊരു പ്രവാചകൻ വരുമെന്ന് പറയുന്ന അതേ പ്രവാചകൻ തന്നെയാണോ അത്? ആ സമയത്ത് ഹുയയ് ഇബ്നു അഖ്തബ് പറയാണ്, നഅം, അതെ, നമ്മൾ ആരെയാണോ പ്രതീക്ഷിച്ചത് അവൻ തന്നെയാണ്. വീണ്ടും അബൂ യാസിറിൻ്റെ ചോദ്യം, എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അയാളെ സ്വീകരിക്കണോ അതല്ല ഒഴിവാക്കണോ?
ആ സമയത്ത് ജൂത നേതാവായിട്ടുള്ള ഹുയയ്യ് ബിൻ അഖ്തബ് പറയുന്ന മറുപടി എന്താണെന്നറിയോ? മരണം വരെ എതിർപ്പ് മാത്രം. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ? തങ്ങളുടെ ആളല്ല, തങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് വന്നില്ല. ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളുടെ ആളായിട്ട് വരുന്നാണ്. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലല്ല എന്നതുകൊണ്ട് ഞങ്ങൾക്കില്ലാത്ത അനുഗ്രഹം അവരുടെ കാര്യത്തിൽ നമുക്കും വേണ്ട. ഇതാണ് പ്രിയപ്പെട്ടവരെ അസൂയ എന്ന് പറഞ്ഞാൽ. എനിക്കില്ലെങ്കിൽ മറ്റൊരാൾക്കും വേണ്ട. എന്തനുഗ്രഹങ്ങളുണ്ടെങ്കിലും അത് എനിക്കാണ് കിട്ടേണ്ടത് എന്ന ഒരു ചിന്തയാണ് ആളുകൾക്ക് ഉണ്ടാകുക. രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്നറിയോ? ഒരാൾക്ക് അസൂയ തുടങ്ങുന്നതിൻ്റെ കാരണം അള്ളാഹിൻ്റെ ഖദറിലുള്ള വിശ്വാസക്കുറവാണ്. അള്ളാഹിലും വിശ്വാസം ഉണ്ടാവില്ല, ഖദറിലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആർക്കെന്ത് കിട്ടുമ്പോഴും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറ് ഇങ്ങനെ ഉണ്ടാകും. ഒരു ബേജാറ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവിടെയാണ് താബി പണ്ഡിതനായ വഹ്ബ് ഇബ്നു മുനബ്ബഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു അസൂയാലുവിൻ്റെ 3 ലക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് കേവലം ഒരു ലക്ഷണമായിട്ട് കേൾക്കാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടോ നോക്കണം. മറ്റുള്ളവൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കണ്ട. നമ്മുടെ ജീവിതത്തിലുണ്ടോ ഈ 3 കാര്യങ്ങളുണ്ടോ നോക്കുക. വലിൽ ഹാസിദി 3 അലാമാത്ത്. തീർച്ചയായും അസൂയാലുവിന് 3 ലക്ഷണങ്ങളുണ്ട്. യഗ്താബു ഇദാ ഗാബൽ മഹ്സൂദ്. ഒന്നാമത്തെ ലക്ഷണം, അസൂയ വെക്കുന്നവരോടോ അവൻ്റെ അഭാവത്തിൽ അവൻ പരദൂഷണം പറയുന്നു. അസൂയ വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളില്ലാത്ത സമയത്ത് ഒരാൾക്ക് എല്ലാ അനുഗ്രഹവും പടച്ചു കൊടുത്തിട്ടുണ്ട്. അത് സ്വന്തം സഹോദരനായിരിക്കാം, അയൽവാസിയായിരിക്കാം, കൂട്ടുകാരനായിരിക്കാം. അപ്പം അവരില്ലാത്ത സമയത്ത് മറ്റുള്ളവരോട് ഇങ്ങനെ പറയും, ഓൻ അങ്ങനെയാണ്, ഓനക്കത് കിട്ടിയത് എങ്ങനെയെന്നറിയോ? എന്തായാലും ഇപ്പം ശരിക്കുള്ള മാർഗത്തിൽ ഇപ്പോൾ അത് കിട്ടൂല. എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഗൾഫിൽ എന്തോ ഒരു തരികട പരിപാടി ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെക്കുറിച്ചുള്ള പരദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരാളുടെ ലക്ഷണം അയാൾ അസൂയാലുവാണ് എന്നതിൻ്റെ ലക്ഷണമാണ്. രണ്ടാമത്തെ കാര്യം ഇദാ ഷഹിദ. ഇതൊക്കെ പറയുന്ന ആള് ആ ആളങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ, അവൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ഒരു പ്രകടമായ സ്നേഹം കാണിക്കുകയും ചെയ്യും. ആദ്യം വെറുപ്പ് കാണിച്ചാൽ മനസ്സുകൊണ്ട് വെറുപ്പുണ്ട്, പക്ഷേ പ്രകടമായിക്കൊണ്ട് സ്നേഹം കാണിക്കും. ഉള്ളിലെന്താണ്? അയാളുടെ അങ്ങേയറ്റത്തെ വെറുപ്പാണ്. അയാൾക്ക് എന്ത് അനുഗ്രഹങ്ങൾ കിട്ടുന്നതിലും ദേഷ്യമാണ്. എന്നാൽ പ്രകടമായിക്കൊണ്ട് അവൻ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. എന്നിട്ടോ വയശ്മതു ലിൽ മുസീബ. അവന് വല്ല ദോഷവും ബാധിക്കുമ്പോൾ അവൻ സന്തോഷിക്കുകയും ചെയ്യും. മറ്റേ ആൾക്ക് എന്തോ അനുഗ്രഹം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അവന് വലിയ ജോലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കുറേ പറഞ്ഞു നടന്നു. പിന്നെയാണ് കേൾക്കണത് ഓൻ്റെ ജോലി പോയി ഇത്രേ. അപ്പോൾ ഒരു മനസ്സിനൊരു സമാധാനം. അയാളൊരു വാഹനം വാങ്ങി, ആ വാഹനം എന്തോ പ്രശ്നമായി ഇടിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു മനസ്സിനൊരു സമാധാനം. അയാളുടെ ജോലി നഷ്ടപ്പെട്ടു, അയാളുടെ വീട് അത് ജപ്തി ചെയ്തു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വാക്കിങ്ങനെ കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാകും. അതാണ് ഒരു അസൂയാലുവിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ കാര്യത്തിലൊന്ന് പരിശോധിക്കണം. അസൂയയുടെ ഇനങ്ങൾ പണ്ഡിതന്മാർ എണ്ണിയതിൽ നമ്മളെവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഒരു അസൂയാലുവിൻ്റെ, ഒരു ഹാസിദിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടോ എന്നുള്ളത് 3 കാര്യങ്ങൾ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമ്മളിലുണ്ടെങ്കിൽ നമ്മളും അസൂയാലുവാണ്. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? മറ്റൊരാൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കാം. ഒന്നാമത്തെ കാര്യം തന്നെ. ഒരാൾക്ക് അള്ളാഹു ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നീങ്ങി കിട്ടിയിരുന്നെങ്കിൽ, അവൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, അവൻ്റെ ആ ഒരു ജീവിതം ഇല്ലാതായിരുന്നെങ്കിൽ, ഈ വാഹനത്തിൽ പോകുമ്പോൾ തന്നെ അവനൊരു അപകടം സംഭവിച്ചിരുന്നെങ്കിൽ, ഈ ചിന്തകൾ ഒന്നാമത്തെ ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? മറ്റുള്ളവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകണമെന്നൊന്നുമില്ല, പക്ഷെ എന്നാലും അവനത് കിട്ടിയതിൽ നമ്മളെ മനസ്സിനൊരു വിഷമം. അല്ല, എന്തുകൊണ്ടപ്പോൾ ഓനിക്കത് കിട്ടിയതെന്താ? നമ്മുടെ അയൽവാസി പുതിയൊരു വാഹനം വാങ്ങുമ്പോഴേക്ക് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അയാളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോഴേക്ക് നമ്മളിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുക, എവിടുന്നപ്പം അവർക്ക് ആ പൈസ കിട്ടിയത്? നമ്മുടെ തൊട്ട് കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എന്തോ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ എന്താ എനിക്ക് കിട്ടാതെ അവന് മാത്രം അത് കിട്ടിയത്? ഞങ്ങൾ 2 പേരും ഒരേ ജോലി ചെയ്യുന്നു, നമ്മുടെ സ്ഥാപനത്തിലേക്കാൾ അവൻ സ്ഥാപനം വളർത്തിക്കൊണ്ടിരിക്കുന്നു, അവിടെ സാധനങ്ങൾ കൂടുതൽ ചരക്കുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് ആളുകൾ അവിടെ കയറി വരുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു കുത്തലിങ്ങനെ വരിക.
അസൂയയുടെ ലക്ഷണമാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? മറ്റൊരാൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നശിക്കണമെന്നില്ല, അതേപോലെ തന്നെ അത് കിട്ടിയതിൽ വിഷമമല്ല, പക്ഷെ അതേപോലുള്ളത് എനിക്കും കിട്ടണം. ഒരു പക്ഷേ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്, അയാളുടെ ആ ഒരു വീട് പോലെ എനിക്കൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ, അയാളുടെ ആ വാഹനം പോലെ എനിക്കൊരു വാഹനം കിട്ടിയിരുന്നെങ്കിൽ, അയാളുടെ ആ ജോലി പോലെ ആ ഒരു ജോലി എനിക്കും കിട്ടിയിരുന്നെങ്കിൽ ഒരാൾക്ക് ആഗ്രഹിക്കാം. ഇതൊരു തെറ്റായ കാര്യമില്ല. പക്ഷേ അത് ആഗ്രഹിച്ച് അവസാനം അത് കിട്ടാത്ത സമയമൊക്കെ അവൻ വീണ്ടും രണ്ടാമത്തേലേക്കോ മൂന്നാമത്തേലേക്ക് എത്തും, ആദ്യം പറഞ്ഞതിലേക്ക് എത്തും. അവൻ മെല്ലെ മെല്ലെ ആ വ്യക്തിയോട് അസൂയ ഉള്ള ആളായിട്ട് മാറും. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ഗൗരവമാണ് അറിയിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഏറ്റവും വലിയ തിന്മ നമ്മുടെ മനസ്സിൽ പോലും ഉണ്ടായാൽ കുറ്റകരമാകുന്ന ഈ ഒരു തിന്മ, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? അതും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരാളോട് അസൂയ വെക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ അയാളോടല്ല അസൂയ വെക്കുന്നത്, അള്ളാഹിനോടാണ്. നമ്മൾ അള്ളാഹുവിനോടാണ് അസൂയ വെക്കുന്നത്. കാരണം അയാൾക്ക് ആ ഒരു അനുഗ്രഹം കൊടുത്തത് അള്ളാഹുവാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാ, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, നാമാണ് ഐഹിക ജീവിതത്തിൽ അവർക്കിടയിൽ അവരുടെ ജീവിതമാർഗം വിശാലമാക്കി കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവാണ് ഓരോന്നും ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഓനക്ക് കിട്ടിയ അനുഗ്രഹം അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയ അനുഗ്രഹം അത് അള്ളാഹ് കൊടുത്തതാണ്. അള്ളാഹ് കൊടുത്ത കാര്യത്തിൽ ഞാൻ എന്തിനു വിരോധം വെക്കണം? ഞാൻ അങ്ങനെ അവനോട് വിരോധം വെക്കുമ്പോൾ അവന്റെ കഴിവല്ല. അവന്റെ കഴിവായിരുന്നെങ്കിൽ അവനേക്കാൾ കഴിവ് നമുക്കുണ്ട്, എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അത് അവന്റെ കഴിവല്ല, പടച്ചോൻ കൊടുക്കാണ്. അതൊരു പക്ഷേ അനുഗ്രഹമായിരിക്കാം, ഒരു പക്ഷേ പരീക്ഷണവുമാവാം. അതെന്ത് തന്നെയാണെങ്കിലും നമ്മളെ ബാധിക്കുന്നതല്ല. നമ്മളെ ബാധിക്കാത്തിടത്തോളം കാലം നമ്മൾ അതിന് വിരോധം വെക്കുമ്പോൾ അള്ളാന്റെ കോപത്തിനാണ് നമ്മൾ വിധേയനായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അള്ളാഹ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്കതിലൊരു തൃപ്തി, പടച്ചോനെ അത് കൊടുക്കാൻ പാടില്ല. അള്ളാഹിൻ്റെ ഖദറിൽ നമ്മൾ അങ്ങോട്ട് തീരുമാനം പറയാൻ പറ്റുമോ? അതിൽ നമുക്കൊരു അതൃപ്തി ഉണ്ടാകാൻ പാടുണ്ടോ? എങ്കിൽ നമ്മൾ അള്ളാഹിൻ്റെ കോപത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹിൻ്റെ അടുക്കലുള്ള എല്ലാ നന്മകളിൽ നിന്നും നമ്മൾ അകറ്റപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകാം. നമ്മൾ മറ്റൊരാൾക്കെതിരെ അല്ലെങ്കിൽ അവന് കിട്ടുന്ന എന്തെങ്കിലും അനുഗ്രഹത്തിൽ നമുക്കൊരു വിഷമുണ്ടെങ്കിൽ അള്ളാഹിനോടാണ് നമ്മൾ വിരോധം വെക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ അസൂയ വെക്കുമ്പോൾ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കെതിരാണ് നിലകൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും. വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. വലാ തബാഗദു, നിങ്ങൾ പരസ്പരം വെറുക്കരുത്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം പിണങ്ങരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാകുക. വിശ്വാസികളെ, നിങ്ങൾ സഹോദരങ്ങളാകുക. നിങ്ങൾ വെറുപ്പ് വെക്കരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ അസൂയ വെക്കരുത് എന്നതുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരാൾ അസൂയ വെക്കുമ്പോൾ അവൻ നഷ്ടപ്പെടുത്തുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനുള്ള വില നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിന് എതിരായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അസൂയ എന്നുള്ളത് ഒരു പകർച്ചവ്യാധിയാണെന്ന പണ്ഡിതന്മാരെ പറഞ്ഞു. അസൂയ ഒരു പകർച്ചവ്യാധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമം ഖബ്ലക്കും അൽ ഹസദു വൽ ബഗ്ളാ. എല്ലാ സമൂഹത്തിനും ഉണ്ടായിട്ടുള്ള ഒരു വ്യാധിയുണ്ട്, ഒരു അസുഖമുണ്ട്, എല്ലാ സമൂഹത്തിനും ഉണ്ടായിട്ടുള്ളത്, എല്ലാ സമൂഹങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞ ഒന്ന്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഒന്ന് ഹസദാണെന്ന്. ചില അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ ആ കിട്ടുന്ന ആളുടെ വിഷയത്തിൽ കിട്ടാത്തവൻ അസൂയ തോന്നും. അപ്പോൾ അവനോട് ശത്രുതയുണ്ടാകും, വെറുപ്പുണ്ടാകും, അവൻ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന ചിന്തയുണ്ടാകും. അത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ആ തരത്തിൽ അസൂയ വെക്കുമ്പോൾ അവനെ തന്നെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന വാചകം കൂടി നമ്മൾ മനസ്സിലാക്കണം. ചില വാചകങ്ങളിൽ കാണുവാൻ സാധിക്കും, ഇയ്യാകുമുൽ ഹസദ് ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഖതബ്. നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം, അത് തീ വിറകിനെ തിന്നുന്നത് പോലെ നിങ്ങളുടെ കർമ്മങ്ങൾ ഇങ്ങനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന. നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, നമ്മുടെ നിസ്കാരം ഓനിക്കട് കൊടുക്കുകയാണ്. നമ്മൾ ആർക്കാണോ അസൂയ വെക്കുന്നത്, ആർക്കെതിരെയാണോ അസൂയ വെക്കുന്നത്, അവനാണ് നമ്മുടെ സുബഹി നിസ്കാരം കൊടുത്തിട്ടുള്ളത്.
അവനാണ് നമ്മുടെ നോമ്പ് കൊടുക്കുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ സൽക്കർമ്മങ്ങളും അതില്ലാതായിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഗൗരവപ്പെട്ടൊരു വിഷയം. നാലാമത്തെ കാര്യം, അസൂയ ഒഴിവാക്കിയാൽ നമ്മളിൽ അള്ളാഹു നന്മ നൽകും. ഒരാളുടെ മനസ്സിൽ അസൂയ ഉണ്ടെങ്കിൽ ഒരെപ്പോഴും നഷ്ടം മാത്രം ഉണ്ടാകുക. എന്നാൽ അയാൾ അതുകൊണ്ട് ഒഴിവാക്കി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യസാലുൻ നാസി ബിഖൈറിൻ മാലം യതഹാസദു. ജനങ്ങൾ നന്മയിലായിക്കൊണ്ടേയിരിക്കും അവർ പരസ്പരം അസൂയ വെക്കാത്തിടത്തോളം കാലം. ഒരാളോടും ഒരു അസൂയല്ല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗമുണ്ട് എന്ന് ചില ആളുകളുടെ കാര്യത്തിൽ പറഞ്ഞു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ദാ ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് കയറി വരും, അയാൾ സ്വർഗ്ഗാവകാശിയാണ്, അയാൾ സ്വർഗ്ഗാവകാശിയാണ്. സഹാബിമാരെല്ലാവരും ഏറെ അത്ഭുതത്തോടുകൂടി ആരായിരിക്കും ആ ഭാഗ്യവാൻ എന്ന ആ ഒരു ചിന്തയോടുകൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു അൻസാരിയായ സഹാബി ഇങ്ങനെ കയറി വന്നു. അദ്ദേഹം വുളു എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ താടിയൊക്കെ നനഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 ചെരുപ്പുകൾ അദ്ദേഹത്തിൻ്റെ ഇടത്തെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ നബിൻ്റെ ആ സദസ്സിലേക്ക് ഇങ്ങനെ എത്തി നോക്കിയിട്ട് അങ്ങനെ പോയി. അവിടെ ഇരുന്നിട്ടില്ല, നേരെ പോയി. പിറ്റേ ദിവസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇന്ന് ഈ സദസ്സിലേക്ക് വരുന്നത് ഒരാളിപ്പോൾ വന്ന് എത്തി നോക്കും, അയാൾ സ്വർഗ്ഗാവകാശിയാണ്. അപ്പോഴും സഹാബത്ത് അത്ഭുതത്തോടു കൂടി നോക്കുക, ആരായിരിക്കും ആ ഭാഗ്യവാൻ? കഴിഞ്ഞ ദിവസം വന്നത് ആരാണോ അതേ വ്യക്തി വീണ്ടും അതേപോലെ വന്നു. അയാൾ വുളു എടുത്തിട്ട് ഇങ്ങനെ വരിക, നബിയുടെ സദസ്സിൽ ഇങ്ങനെ എത്തി നോക്കുന്നു, നേരെ പോകണു. 3-ാമത്തെ ദിവസം ഇത് സംഭവിച്ചു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യണത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം പറയാണ്, എന്തായിരിക്കും ആ വ്യക്തിക്ക് ഈ ഒരു സ്ഥാനം കിട്ടാനുള്ളൊരു കാര്യം? തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് മുടക്കാൻ വേണ്ടിയിട്ടല്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നേരെ ഇയാളുടെ വീട്ടിൽ ചെന്നു. ചില കാരണങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ വെച്ചു. 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിനെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്, എന്താണ് ഇപ്പോൾ അദ്ദേഹം കൂടുതൽ ചെയ്യണം നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 ദിവസം അവിടെ നിന്നു. 3-ാമത്തെ ദിവസം അദ്ദേഹം വന്നിട്ട് പറയാണ്, ഞാനിവിടെ വന്ന് നിൽക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ഈ ഒരു സദസ്സിലേക്ക് ഒരാൾ വരും, അയാൾ സ്വർഗ്ഗാവകാശിയാണെന്നുള്ളത്. ആ എത്തി നോക്കിയ ആ പറഞ്ഞ സമയത്തൊക്കെ വന്നത് നിങ്ങളാണ്. നിങ്ങളിപ്പോൾ എന്താ ഇപ്പം ഇതിന് മാത്രം ചെയ്യണത്? ഞാൻ നോക്കിയിട്ട് നിങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്യണത് കാണില്ല, ഞങ്ങളൊക്കെ ചെയ്യണത് തന്നെ ചെയ്യണം. ആ സമയത്ത് അയാൾ ചിരിച്ചു. എന്നിട്ട് പറയാണ്, അള്ളാഹുവാണ് സത്യം, ഞാൻ കൂടുതലൊന്നും ചെയ്യണില്ല. എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യണത്. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും, എൻ്റെ മനസ്സിൽ ഒരാളോടും വിരോധമോ വിദ്വേഷമോ ഒന്നുമില്ല, പകയില്ല, ദേഷ്യമില്ല, ഒരാളോടും അസൂയില്ല. ഒരാൾക്ക് സ്വർഗം ഉറപ്പാക്കുന്ന ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, എല്ലാം. പക്ഷേ എനിക്ക് ഒരാളോടും, നമ്മുടെ കൂടെ നമ്മൾ അതേപോലെ ജോലി ചെയ്യുന്ന ആൾ, നമ്മൾ ജോലി ചെയ്യുന്ന അതേ ജോലി ചെയ്യുന്നു, പക്ഷേ നമ്മളെക്കാൾ അയാൾക്ക് എന്തൊക്കെയോ ഉണ്ട്. അയാൾക്ക് നല്ല ഒരു വാഹനമുണ്ട്, നല്ല വീടുണ്ട്, അയാൾ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയിൽ വരുന്നു. ഇതൊക്കെ കണ്ടിട്ടും നമുക്ക് അസൂയല്ല എന്ന് പറയാൻ കഴിയൂ? അവിടെയാണ് വിശ്വാസി എന്ന നിലക്ക് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടത്. അതിൽ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, 5-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസൂയ നമ്മുടെ ഈമാൻ വരെ ഇല്ലാതാക്കുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണുവാൻ സാധിക്കും, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ അൽ ഈമാൻ വൽ ഹസദ്. ഒരു വിശ്വാസിയുടെ മനസ്സിൽ 2 എണ്ണം ഉണ്ടാവില്ല. ഈമാനും ഹസദും യോജിക്കൂല. ഒന്നുകിൽ ഈമാൻ അല്ലെങ്കിൽ ഹസദ്. അസൂയ ഉള്ളവൻ്റെ ഈമാൻ നഷ്ടപ്പെടും, ഈമാൻ ഉള്ളവന് ഹസദ് ഉണ്ടാവില്ല. നമ്മൾ സ്വയം പരിശോധിക്കണം, നമ്മുടെ ഈമാൻ അത് നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള അസൂയാലോ ആണ് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇനി ഇതിൽ പരിഹാരമായിട്ട് പണ്ഡിതന്മാർ എണ്ണീറ്റുള്ള 6-ാമത്തെ കാര്യം എന്താണെന്നറിയോ? അങ്ങനെ ഒരാൾക്ക് വല്ല അനുഗ്രഹം കിട്ടിയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറല്ല വേണ്ടേ, നമ്മൾ ആകെ ദേഷ്യം വെക്കല്ല വേണ്ടത്, അവൻ എങ്ങനെയെങ്കിലും മുടക്കണമെന്ന ചിന്തയല്ല വേണ്ടത്, അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ പല ആളുകളും പരിചയമില്ലാത്തൊരു കാര്യം, അയാൾക്ക് ഇന്ന ഒരു ജോലി കിട്ടിയിട്ടുണ്ട്, അയാൾ ഇന്ന ഒരു വാഹനം വാങ്ങിയിട്ടുണ്ട്, അയാൾക്ക് ഇന്ന ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ടാൽ ഉടനെ പറയണം, ബാറക്കല്ലാഹു ഫീ, അള്ളാഹു അയാൾക്ക് ബർക്കത്ത് നൽകട്ടെ. അയാൾ ഇല്ലെങ്കിൽ അങ്ങനെയാ പറയണ്ടേ. എന്നാൽ അയാൾ നേർക്ക് നേരെ വന്ന് പറയാണ്, എനിക്ക് ഇത് ഞാൻ വാങ്ങിയതാണ്, അൽഹംദുലില്ലാ പടച്ചോൻ്റെ ഒരു തൗഫീഖ് കൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉടനെ പറയേണ്ട വാചകം എന്താണെന്നറിയോ? ബാറക്കല്ലാഹു ലക, അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ.
അത് വെറുതെ നാബോണ്ടല്ല, കൽബോണ്ട് പറയാൻ കഴിയണം. നാബോണ്ട് അത് പറയും ചെയ്യാ, എന്നിട്ട് നേരെ അവൻ്റെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയാ. അത് അസൂയാലുവിൻ്റെ ലക്ഷണമായിട്ടാണ് പണ്ഡിതന്മാരെണ്ണിയത്. ആത്മാർത്ഥമായിട്ട് പറയണം പ്രിയപ്പെട്ടവർ. കാരണം അയാൾക്ക് അങ്ങനെ നല്ല ഒരു ജോലി കിട്ടി. നമ്മളെന്താ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? അൽഹംദുലില്ലാ, ഒരാൾക്കെങ്കിലും ഒരു ഖൈറുണ്ടല്ലോ, അവന് നല്ല ജോലി കിട്ടുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവനോട് എനിക്ക് വല്ലതും ചോദിക്കാലോ, ഒരു സമാധാനത്തിൽ എന്തെങ്കിലുമൊക്കെ അവനോടും ചോദിക്കാലോ. ആ ഒരു മാനസികാവസ്ഥയിലേക്കാണ് പോകേണ്ടത്. അല്ലാതെ ഒരാൾക്ക് വല്ലത് കിട്ടുമ്പോഴേക്ക് അത് മുഴുവൻ നഷ്ടപ്പെടണമെന്ന ചിന്തയല്ല ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതെല്ലാം ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളേറെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യം. പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാചകം നിങ്ങൾ മറക്കരുത്. ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ഒരു പക്ഷേ ചെയ്താൽ മാത്രമാണ് കുറ്റകരമാകുന്നതെങ്കിൽ, ദേഷ്യപ്പെട്ടാലാണ് കുറ്റകരമാകുന്നതെങ്കിൽ, കള്ള് കുടിച്ചാലാണ് കുറ്റകരമാകുന്നതെങ്കിൽ ഇത് ചെയ്യണമെന്നില്ല. മനസ്സിൽ തോന്നിയാൽ തന്നെ, ഒരാളുടെ മനസ്സിൽ അസൂയ ഉണ്ടായാൽ തന്നെ അയാൾ കുറ്റക്കാരനായി മാറും. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും വിട്ടു നിൽക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ എല്ലാം പരലോകം നഷ്ടപ്പെടുത്തുന്ന, ഇഹലോകം കൂടി നഷ്ടപ്പെടുത്തുന്ന ഹസദ് എന്ന് പറയുന്ന, അസൂയ എന്ന് പറയുന്ന മാരക വിപത്തിനെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾക്ക് ഒരാൾക്ക് അസൂയ പറ്റുമെന്നത് കാണാൻ കഴിയും. രണ്ട് കാര്യങ്ങളുടെ വിഷയത്തിൽ. ലാ ഹസദ ഇല്ലാ ഫീ ഇസ്നതൈൻ. രണ്ട് കാര്യങ്ങൾക്കല്ലാതെ അസൂയയില്ല. ആ അസൂയ എന്ന് പറയുമ്പോൾ തന്നെ നശിച്ചു കാണണമെന്ന ഉദ്ദേശത്തിലുള്ള അസൂയല്ല, മറിച്ച് അതുപോലെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന അസൂയ. അതിൽ ഒന്നാമത്തത്, ഒരാൾ ധാരാളമായി കൊണ്ട് ഖുർആൻ പഠിച്ചിട്ടുണ്ട്. ഖുർആൻ ധാരാളമായി പഠിച്ചു എന്ന് മാത്രമല്ല, അയാൾ ആ ഖുർആൻ ഓതിക്കൊണ്ട് രാത്രി ഒരുപാട് നിന്ന് നമസ്കരിക്കുന്നു. പകലിലാവട്ടെ അയാൾ ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാളെ കണ്ടാൽ അയാളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അസൂയ വെക്കാം. പഠിച്ചോനെ, അതേപോലെ എനിക്കും അറിവ് കിട്ടുകയാണെങ്കിൽ എനിക്കും ഇതുപോലെ ആരാധനാക്രമങ്ങൾ ചെയ്യാമായിരുന്നു, എനിക്കും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. ആ ഒരു നിലക്ക് ഒരാൾക്ക് അസൂയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്തു. ആ സമ്പത്ത് അയാൾ ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ദുനിയാവിൻ്റെ വിഷയത്തിലല്ല, അയാൾ വലിയ വലിയ വീടുണ്ടാക്കുന്ന വിഷയത്തിലല്ല, അയാൾ നല്ല നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ വിഷയത്തിലല്ല, മറിച്ച് അയാൾക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് അയാൾ ദീനിൻ്റെ മാർഗത്തിൽ കൊടുക്കുക. പള്ളിക്ക് വേണ്ടി, ആളുകളെ സഹായിക്കാൻ വേണ്ടി, മദ്രസക്ക് വേണ്ടി, ഇങ്ങനെ ദീനിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആളിങ്ങനെ കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാം, പടച്ചവനെ എനിക്കും അതേപോലെ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കും പള്ളിക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കാമായിരുന്നല്ലോ, എനിക്കും ജനങ്ങളെ സഹായിക്കാമായിരുന്നല്ലോ, എനിക്കും ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രിയപ്പെട്ടവരെ അസൂയ പാടുള്ളൂ. അവിടെ നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തിലുള്ള അസൂയൊക്കെ ഈ പറഞ്ഞ രണ്ടിലാണ്. ഖേദകരമെന്ന് പറയട്ടെ, ഈ രണ്ടിൽ ഒന്നിൽ പോലും നമുക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഒരാൾ ഖുർആൻ ഓതുന്നത് കണ്ടിട്ട് പടച്ചോനെ എനിക്കും അതേപോലെ ഒന്ന് ഖുർആൻ പഠിക്കണം എന്ന ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ കുട്ടി മദ്രസയിൽ പഠിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടി ഖുർആൻ കൊടുന്നിട്ട് നമ്മുടെ കയ്യിൽ തന്നിട്ട് പറയാം, വാപ്പാ ഇതൊന്ന് എനിക്ക് വായിച്ചിട്ട് കിട്ടണില്ല, നിങ്ങളൊന്ന് ഓതിത്തരൂ എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾക്ക് അത് കൃത്യമായി ഓതിക്കൊടുക്കാൻ പറ്റും? നമുക്ക് സമാധാനമുണ്ട്, എൻ്റെ കുട്ടിനെ ഞാൻ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, രാവിലെ തന്നെ ഞാനാണ് വിളിച്ചു കൊണ്ടുപോകാറുള്ളത്, എൻ്റെ കുട്ടി മദ്രസയിൽ ഇരിക്കുന്ന സമയം അത്രയും ഞാൻ പുറത്ത് നിൽക്കാറുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഒക്കെ ശരി തന്നെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടിക്കൊരു റോൾ മോഡലാകാൻ, ഖുർആൻ പഠിക്കുന്ന ആളാവാൻ, ഖുർആനിൻ്റെ ആളാവാൻ നമ്മളിൽ എത്ര ആളുകൾ പരിശ്രമിക്കുന്നുണ്ട് എന്ന് സ്വയം പരിശോധിക്കാം. ഈ ഖുർആനിനൊന്നും നമ്മളൊരു പ്രാധാന്യം കൊടുക്കണില്ലെങ്കിൽ
നമ്മുടെ മരണത്തിന് ശേഷമുള്ള ചോദ്യം ഉണ്ടല്ലോ, അതിൽ നമ്മൾ ആകെ കേട്ടിട്ടുള്ളത് 3 ചോദ്യങ്ങളാണ്. മൻ റബ്ബുക, മൻ നബിയുക, മാ ദീനുക. എന്നാൽ ഒരു ഹദീസിൽ 4ാമത്തെ ചോദ്യം കൂടി നമുക്ക് കാണാൻ കഴിയും. ആരാണ് നിന്റെ റബ്ബ്, ആരാണ് പ്രവാചകൻ, ഏതാണ് നിന്റെ ദീന്? ഇത് മാത്രമല്ല, 4ാമത്തെ ചോദ്യമുണ്ട്, നിന്റെ ഇമാം ആരാണ് എന്നുള്ള ചോദ്യം. നിന്റെ ഇമാം ആരാണ്? ആ ഇമാമിന് നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതെങ്കിലും മദ്ഹബിന്റെ ഇമാമുമാരുടെ പേരല്ല പറയേണ്ടത്. ഇമാമുനൽ ഖുർആനുൽ കരീം, എൻ്റെ ഇമാം അത് ഖുർആനുൽ കരീമാണ്. അത് പറയണമെങ്കിൽ നമ്മുടെ മുന്നിൽ ഖുർആൻ വേണ്ടേ? എന്ന് തുറന്നു വെച്ചതാ നമ്മൾ, എന്ന് തുറന്നു വെച്ചതാ ആ ഖുർആൻ പഠിക്കാൻ, അതൊന്ന് ഓതാൻ, അതൊന്ന് കേൾക്കാൻ, അതിൻ്റെ ഒരായത്തെങ്കിലും എന്തിന്? നമ്മളെല്ലാ നിസ്കാരത്തിലും ഓതുന്നതല്ലേ സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പ്രിയപ്പെട്ടവരെ നമ്മളിൽ എത്ര ആളുകൾക്കറിയാം? നമ്മൾ ഈ ദുനിയാവിൻ്റെ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പുതിയൊരു നിയമം വരികയാണ്, അവിടെ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നൊരു വിഷയമുണ്ട്, അല്ലെങ്കിൽ GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ പല കോച്ചിങ് സെൻ്ററുകളിലേക്ക് നമ്മൾ പോകും, അതിൻ്റെ ആളുകളെ പോയി അന്വേഷിക്കും, പഠിക്കും നമ്മൾ. കാരണം എന്താ? എൻ്റെ ജോലിൻ്റെ കാര്യമാണത് അല്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരലോകത്തിൻ്റെ കാര്യമല്ലേ ഖുർആന്. നമ്മളെന്താ പറയാനുള്ളത്? പടച്ചോനോട് എന്താ പറയാ? ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച് എല്ലാവരും തിരിച്ചു പോന്ന് ആ ചോദ്യം വരുന്ന സമയത്ത് മൻ റബ്ബുക എന്ന ചോദ്യത്തിന് ഒരു പക്ഷേ നമുക്ക് റബ്ബി അല്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞു എന്ന് വരാം. ബാക്കിയുള്ള ചോദ്യങ്ങൾക്കും ചെറിയ രൂപത്തിലെങ്കിലും പറയാൻ കഴിയും. പക്ഷേ ഖുർആന്റെ വിഷയത്തിൽ ഒരു ചോദ്യം, ഒറ്റ ചോദ്യം, ജീവിതത്തിൽ എന്തെങ്കിലും ഖുർആൻ മുഴുവനായിട്ട് ഓതി തീർത്തിട്ടുണ്ടോ? എന്താ നമ്മൾ പറയാ? എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, ഞാൻ വീടുണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു, ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിലായിരുന്നു, ജോലിക്ക് വേണ്ടി പോയതായിരുന്നു. അള്ളാൻ്റെ ഒരു ചോദ്യമുണ്ട്, തിരിച്ചൊരു ചോദ്യം, ഞാൻ നിന്നെ എന്തിനാ പറഞ്ഞയച്ചേ? അള്ളാഹ് ഈ ദുനിയാവിലേക്ക് നമ്മൾ എന്തിനാ പറഞ്ഞയച്ചേ? അത് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളോട് ചോദിക്കണം. എന്തിനാ ഞാൻ ഈ ലോകത്തേക്ക് വന്നേ? ഇവിടെ ഇങ്ങനെ വെട്ടിപ്പിടിക്കാനാണെങ്കിൽ ആരും ഒന്നും വെട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മൾ കുളിപ്പിച്ച മയ്യത്തിൻ്റെ കയ്യിലൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കൊണ്ടുപോയി കഫൻ ചെയ്ത് ഖബറടക്കിയിട്ടുള്ള ഒരു മയ്യത്തിൻ്റെ കയ്യിലൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നുമില്ലാതെ പോയിട്ടുള്ളത്. അവരുടെ കർമ്മങ്ങൾ മാത്രമാണെങ്കിൽ അവിടുത്തെ ചോദ്യം നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കുക. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമാണ്. ആ രൂപത്തിൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഹി മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമിത്രമാകട്ടെ. ജമീൽ ദ സോൾമേറ്റ്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.